ഹലോ, എസ്റ്റർ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീണ്ടും നമ്മുടെ കുറച്ച് ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് ഓർഗൻസ സാരീസിന്റെ വൈറ്റ് സാരീസ് ആണെങ്കിലും അതുപോലെ കളേഴ്സ് ഉള്ള സാരീസ് ഒക്കെ ആണെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സാരീസിനൊക്കെ നല്ല ഡിമാൻഡ് ആയിരുന്നു. ഒത്തിരി ആൾക്കാർ നമ്മളെ കൂടുതൽ ഓർഗൻസ സാരീസ് റീസ്റ്റോക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ ആയിട്ടാണെങ്കിലും അല്ലാതെ സജഷൻസ് ആയിട്ട് നേരിട്ടാണെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ഓർഗൻസ സാരിയുടെ കളക്ഷൻ ആയിട്ടാണ്. നമുക്ക് സാരീസ് കാണാം. നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ലൈലാക്ക് കളറിലുള്ള ഒരു ഓർഗൻസ സാരിയാണ്. ഇതിനകത്ത് ഫുൾ ബോഡിയിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന പോലത്തെ ഒരു സാരിയാണ്. ഇതിന്റെ മുന്താണി പോർഷനാണ്. മുന്താണി പോർഷനിൽ വരുമ്പോഴത്തേനും ഇങ്ങനെ ആ ഒരു എൻഡ് വശം ഇതുപോലെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്ത് ഇതുപോലെ തിക്കായിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരുന്ന പോലെ ഇതിന്റെ ബോർഡേഴ്സ് വരുന്നത്. ഫുൾ ബോഡിയിലും ബോർഡർ വരുന്നത് ഇതുപോലെ തിക്ക് എംബ്രോയിഡറിയിലും, അതുപോലെ ഇതിന്റെ ബോഡി പാർട്ട് വരുന്നത് ഇച്ചിരി ഒരു സ്കാറ്റർ ചെയ്തിട്ട് ഇങ്ങനെ ഫുൾ നിറച്ച് തന്നെ വരുന്ന പോലെ, അതായത് ബോഡിയിലും ബോർഡർ പോർഷനിലേക്കാളും കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന രീതിയിൽ ആണ് ഇതിനകത്ത് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഫുൾ ബോർഡറിലും ഇതുപോലെ ഇതിനകത്ത് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് ആണെങ്കിലും കുറച്ച് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാളും കുറച്ചൊരു ഡിഫറെന്റ് രീതിയിൽ ഒരു ഡബിൾ സ്കാലപ്പ് വർക്ക് വരുന്നത് പോലെ കുറച്ചൊരു ഡിഫറെന്റ് രീതിയിലുള്ള ഒരു സ്കാലപ്പ് വർക്കാണ്. നല്ല ഭംഗി അത് കാണാനായിട്ട്. അതുപോലെ ഈ ഒരു തിക്കായിട്ടുള്ള ഈ ബോർഡറിൽ കൂടെയുള്ള ഫ്ലോറൽ വർക്ക് ആണെങ്കിലും അതുപോലെ ഇതിന്റെ ബോഡിയിലുള്ള ഇതുപോലത്തെ വർക്ക് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. ഈ ഒരു കളർ ആണെങ്കിലും കുറച്ച് നമുക്ക് റെയർ ആയിട്ട് കണ്ടുവരുന്ന ഒരു കളറാണ്. നോർമലി നമുക്ക് എപ്പോഴും കിട്ടുന്ന പോലത്തെ കളേഴ്സ് അല്ല. ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് നല്ലതായിട്ടൊരു ഒരു ക്ലാസ് ലുക്കൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സാരിയാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലും ഈ ഒരു സാരി യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. എസ്പെഷ്യലി നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിലും നല്ലതായിട്ട് പോകുന്ന ഒരു കളറാണ്. ഒത്തിരി ബ്രൈറ്റർ ഷെയ്ഡ് അല്ലതാനും, എന്നാൽ ഒരു നല്ലൊരു എലഗൻ ക്ലാസി ലുക്ക് തരുന്ന പോലത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. എല്ലാ കോംപ്ലക്ഷനിലുള്ളവർക്കാണെങ്കിലും സ്യൂട്ട് ആവുന്ന പോലത്തെ ഒരു കളറാണ്. അതുപോലെ നമുക്ക് എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു പാറ്റേൺ, എംബ്രോയിഡറി പാറ്റേൺ, നമുക്ക് സീക്വൻസ് വർക്കോ ബീഡ് വർക്കോ ഒക്കെ പോലെ ഔട്ട്ഡേറ്റഡ് ഒന്നും ആവാതെ നമുക്ക് എപ്പോഴും നമുക്ക് ഒരിക്കലും ഇത് വാങ്ങിച്ചാൽ ഒരു അസെറ്റ് ആയിട്ട് തന്നെ നമുക്ക് എപ്പം വേണേലും യൂസ് ചെയ്യാവുന്ന പോലത്തെ പാറ്റേൺ ആണ്. ഒരു ഓർഗൻസ മെറ്റീരിയൽ പ്രത്യേകിച്ച് ഇപ്പം നല്ല ട്രെൻഡിങ്ങും കൂടെയാണ്. അതിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ സാരി നല്ലൊരു റിച്ച് ലുക്കും നല്ലൊരു നമുക്കൊരു റോയൽ ലുക്കായിട്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ സാരിയാണ്. നമുക്കൊരു നോർമൽ ഒരു വെഡിങ് ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും അല്ല നോർമൽ എന്തൊരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ സാരി ഇതുണ്ട്. ഇതിന്റെ ഫുൾ ബോഡിയിൽ ഇതുപോലെ എംബ്രോയിഡറി വന്നിരിക്കുകയാണ്. നല്ല തിക്കായിട്ട് ആ ഒരു സാരി ഉടുത്ത് വരുമ്പോഴത്തേനും എംബ്രോയിഡറി ഇങ്ങനെ ഉണ്ട്. അതുപോലെ ഇത് ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇത്രയും തിക്കർ എംബ്രോയിഡറി ഡിസൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. അതുപോലെ ഇത് ബനാറസി ഓർഗൻസ മെറ്റീരിയൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലതായിട്ട് ഒതുങ്ങി കിടക്കും. നോർമൽ ഗ്ലാസ് ഓർഗൻസ ഒക്കെ പോലെ അത്രയും സ്റ്റിഫായിട്ട് നിൽക്കാതെ കുറച്ചും കൂടെ നമുക്ക് ഒതുങ്ങി ഉടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന പോലത്തെ നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ്. ഇതിന്റെ ഇത്രയും ഹെവി സാരിയിൽ ഇത്രയും ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കിലാണ്. അതായത് ഇതിന്റെ ബോഡി കളർ വരുന്ന ഒരു ലൈറ്റ് ഈ ഒരു ഷെയ്ഡ് വരുന്ന പോലത്തെ പ്ലെയിൻ ഫാബ്രിക് ആണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത്. അത് ആ ഒരു പ്ലെയിൻ ബ്ലൗസ് കൊടുക്കാനുള്ള മെയിൻ കാരണം ഈ സാരിയുടെ ബോഡി ഇത്രയും റിച്ച് ആയതുകൊണ്ടാണ്. നമ്മൾ ഇതിന്റെ ബ്ലൗസും കൂടി ഇത്രയും ഹെവി ആയിട്ട് തന്നെ കൊടുത്താൽ ഈ സാരിയുടെ ആ ഒരു എലഗൻസ് ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോകും. കാരണം വെച്ചാൽ നമുക്ക് ഇത്രയും ഫുൾ ബോഡിയിൽ ഇത്രയും വർക്ക് വരുമ്പോഴത്തേനും ബ്ലൗസും കൂടി ഇത്രയും റിച്ച് ആകുമ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. അപ്പൊ ആ ഒരു സാരിക്ക് അത്ര ഹൈലൈറ്റ് വരാതിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ബ്ലൗസ് ഈ പറഞ്ഞ പോലെ സിമ്പിൾ ആക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സാരിയുടെ എലഗൻസും സാരിയുടെ ഭംഗിയൊക്കെ എടുത്ത് ഉടുത്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും. ഇത് വൺ ഫ്ലീറ്റഡ് ഉടുക്കുകയോ അല്ലെങ്കിൽ ഫ്ലീറ്റഡ് ആയിട്ട് ഉടുക്കുകയോ ഒക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ആ ഒരു കളർ കോമ്പിനേഷനും ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഫ്ലോറൽ ഡിസൈനും ഒക്കെ അത്രമാത്രം തന്നെ നല്ലൊരു ട്രെൻഡിങ് ആയിട്ടും നല്ലൊരു ഭംഗിയുള്ളതുമാണ്. നമുക്ക് ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതൊരു ബേജ് കളറാണ്, കുറച്ചൊരു ഗോൾഡൻ ടിന്റ് വരുന്ന പോലത്തെ ത്രെഡ് വെച്ചിട്ട് അതിൽ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. ഇതിനകത്തും സെയിം ഫ്ലോറൽ പാറ്റേൺസ് തന്നെ വന്നിരിക്കുന്നത്. പക്ഷെ ഡിസൈനിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. സെയിം രീതിയിലുള്ള ഫ്ലവർ ഡിസൈൻസ് അല്ല, കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ഒരു പാറ്റേൺ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിനകത്ത് ബോർഡറും വന്നിരിക്കുന്നത് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ട്, ഇതിനകത്ത് സ്കാലപ്പ് ഒക്കെ ആണെങ്കിലും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം രണ്ടും ഒരേ ബഡ്ജറ്റിൽ വരുന്ന സാരീസ് തന്നെയാണ്. ഇതിന്റെ രണ്ട് സാരിയുടെയും റേറ്റ് വരുന്നത് 3250 rupees ആണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ബഡ്ജറ്റിൽ ഇത്രയും ഹെവി ആയിട്ടുള്ള ഓർഗൻസ സാരി കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും നല്ല റെയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നോർമലി ഓർഗൻസ സാരീസ് ഒക്കെ ഒരു 3500 തൊട്ടാണ് സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. അപ്പൊ ഇത്രയും ഹെവി ആയിട്ട് റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വന്നിരിക്കുന്നത്, ഫുൾ ബോഡി ബോർഡർ മാത്രമല്ല ഫുൾ ബോഡി ഇത്രയും റിച്ച് ആയിട്ട് എംബ്രോയിഡറി വന്നിരിക്കുന്ന ഒരു സാരി ഈ ഒരു റേറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു റീസണബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാരി ആയിരിക്കും ഈ ഒരു ബഡ്ജറ്റിൽ.
നല്ല ഭംഗി, ഉടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഒരു റോയൽ ലുക്ക് തന്നെ തരുന്ന പോലത്തെ സാരീസ് ഇത് രണ്ടും. എസ്പെഷ്യലി ഈ സാരിയൊക്കെ നമുക്ക് വേണമെങ്കിൽ വെഡിങ്ങിനൊക്കെ ബ്രൈഡിന്റെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ സിബ്ലിങ്സോ ഇൻലോസോ ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ അത്രയും നല്ല ഭംഗിയുള്ള സാരി കളക്ഷൻ തന്നെ. അതായത് നമുക്ക് ആ ഒരു ബ്രൈഡിന്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് സാരീസിന്റെ കൂടെ ഒക്കെ നന്നായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഗിഫ്റ്റിംഗ് സാരി ആയിട്ടൊക്കെ ആണെങ്കിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ, അതുപോലെ യങ്സ്റ്റേഴ്സിനാണെങ്കിലും ബ്രൈഡ്സ് മെയ്ഡ്സ് ഒക്കെ ആയിട്ടാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന പോലത്തെ നല്ല നല്ല ഭംഗിയുള്ള സാരിയാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ ഏജ് ഗ്രൂപ്പിനും ചേരുന്ന കളറാണെങ്കിലും അതെ, ഇതിനകത്ത് വർക്ക് ആണെങ്കിലും അതെ, ആ ഒരു മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ എല്ലാ ഏജ് ഗ്രൂപ്പിനും ചേരുന്നതുമാണ്. അതുപോലെ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാരി ഫാസ്റ്റ് മൂവിങ് ആയിട്ട് വരുന്നത്. നമുക്കിപ്പോൾ ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് ഈ ഒരു ഓർഗൻസ സാരീസിലുള്ള വെറൈറ്റീസിന്. അപ്പൊ അത് പ്രകാരം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാരിയാണ്. അപ്പൊ ഈ ഒരു സാരി ഇതിൽ നമുക്ക് വരുന്ന ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് തന്നെയാണ്. ഞാൻ ഓൾറെഡി മറ്റേ സാരിയുടെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഫുൾ ബോഡിയിലും ഇതുപോലെ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഒരു ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കുന്നത്. ഇനിയിപ്പം ഒരു മാരേജ് ഫംഗ്ഷൻ ഒക്കെയാണ് നിങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നൈറ്റ് ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ബ്ലൗസിൽ ചെറിയ ബീഡ് വർക്ക്സ് ഒക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെ ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഉടുത്ത് വരുമ്പോഴത്തേനും കാണാനായിട്ട്. ചെറിയ നല്ല പാറ്റേണിലൊക്കെ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ കൂടെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ജ്വല്ലറി ഒക്കെ കൂടെ പെയർ ചെയ്യുമ്പോഴത്തേനും നല്ലൊരു എലഗന്റ് റിച്ച് ഒരു റോയൽ ലുക്ക് തന്നെ തരുന്ന സാരീസ് ആണ്. അപ്പൊ ഈ സാരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ കാണിച്ച സാരീസ് രണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ സാരീസ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാരീസ് ഒക്കെ പുതുതായിട്ട് നമ്മൾ സ്റ്റോക്കിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോക്ക് മുതൽ അങ്ങനത്തെ സാരീസ് ഒക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ നമ്മൾ പുതിയ വീഡിയോയിലൊക്കെ ആയിട്ട് നമ്മുടെ പുതിയ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് ആണെങ്കിലും മിഷൻ എംബ്രോയിഡറി കളക്ഷൻസ് ആണെങ്കിലും ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.